ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം നഷ്ടപ്പെട്ട സഹജീവികൾക്ക് വേണ്ടി ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞാനും നിങ്ങളുമൊക്കെ കയ്യിലുള്ള പൈസ കടം വാങ്ങിയിട്ടാണെങ്കിൽ കടം വാങ്ങിയിട്ട് ആ പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടുന്ന് കൊടുത്തയച്ചപ്പോ കേരള സർക്കാർ എന്താ ചെയ്തത്? 700 ചില്ലാനും കോടി രൂപ മനുഷ്യസ്നേഹികൾ കൊടുത്ത പണം സർക്കാരിന്റെ കൈവശിരിക്കുകയാണ്. നാട്ടിൽ ആ പാവപ്പെട്ട മനുഷ്യരെ ഇപ്പൊ അവഗണിച്ചിരിക്കുന്നു. അവരിന്നും വാടക വീട്ടിൽ അന്തി ഉറങ്ങുകയാണ്. സൗദിയിൽ നിന്ന് നിതാഖാത്ത് പ്രകാരം നാട്ടിലേക്ക് വന്ന കുഞ്ഞുമൊയ്തുക്ക തുടങ്ങിയ കുഴിമന്തിക്കട, കോഴിക്കട, ചപ്പാത്തി കമ്പനി, CPM അറിയാം, കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഏത് ചപ്പാത്തി കമ്പനി? നാടൊട്ടുക്ക് തുടങ്ങിയ ചപ്പാത്തി കമ്പനി മുഴുവൻ രാജീവിന്റെ വ്യവസായ സംരംഭത്തിന് കണക്കിലാവുന്നത്. ഇതെങ്ങനെയാണോ വ്യവസായ വികസനമാവുന്നത്? അധികാരത്തിൽ വരുമ്പോ DYFIക്കാരൻ കേൾക്കണം, പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോ KSRTC ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം 50,000. പിണറായി വിജയൻ 8 കൊല്ലം ഭരിച്ചു കഴിഞ്ഞപ്പോ KSRTC ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം 18,000. മലപ്പുറം ജില്ലയിൽ മെട്രോ മാതൃകയിൽ ഒരു ട്രെയിൻ കിട്ടാൻ അർഹതയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും CPMകാർക്കും ചരിത്രം അറിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്താ ചരിത്രം? എടോ, മലയാള മണ്ണിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത് എവിടെയാ? കേരളം എന്ന സങ്കല്പം പോലും ഉണ്ടാകുന്നതിന് മുമ്പ് 1860 ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ് ആദ്യത്തെ ട്രെയിൻ മലയാള മണ്ണിൽ ഓടുന്നത്. മലയാളികൾ ആദ്യമായിട്ട് തീവണ്ടി കണ്ട ഭൂമിയാണ്. ഈ നാടിന് മെട്രോ റെയിൽ അനുവദിക്കില്ല. ഈ ഗവൺമെന്റിന്റെ കാലത്ത് മാത്രമല്ല, അടുത്ത ഒരു ഗവൺമെന്റിന്റെ കാലത്തും അനുവദിക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിക്കാൻ പിണറായി വിജയൻ ആരാണ് അധികാരം കൊടുത്തത്? അത് കിട്ടാൻ എറണാകുളം ജില്ലയ്ക്ക് അർഹതയുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അർഹതയുള്ള സ്ഥലമാണ് മലപ്പുറം എന്നുള്ള കാര്യം പിണറായി വിജയൻ അറിയാതെ പോയോ? ഒരു വശത്ത് മലപ്പുറത്തെ കുറിച്ച് BJP ഇത് പറയുമ്പോ BJPയുടെ അതേ ശൈലിയിൽ CPM മറുവശത്തും മലപ്പുറം ജില്ലയിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ മലപ്പുറത്തെ കുട്ടികൾ കോപ്പിയടിച്ചാണ് ജയിക്കുന്നതെന്ന് പറഞ്ഞ ആളുകൾ ഇവിടെയുണ്ട്. നിങ്ങൾ ആലോചിച്ച്, കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് നടന്നിട്ടുള്ള ഒരു ചർച്ച എന്താ? നിയമസഭയ്ക്കകത്ത് തിരൂരിലെ MLA ആവശ്യപ്പെടുകയാണ്, നിലമ്പൂരിൽ നിന്നും തിരൂരിലേക്ക് ഒരു മെട്രോ മാതൃകയിൽ ഒരു ട്രെയിൻ വേണം, വേഗതയുള്ള ട്രെയിൻ വേണം. തിരൂരിലെ MLA ആവശ്യപ്പെടുന്നു. ഉടനെ തന്നെ മുഖ്യമന്ത്രി ചാടി എണീറ്റ് പറയുകയാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും നിയമസഭയിൽ അനുവദിക്കാൻ പാടില്ല. ഇതിലെന്താ അദ്ദേഹം പറയുന്നത്? ഈ ഗവൺമെന്റിന്റെ കാലത്തല്ല, അടുത്ത ഒരു ഗവൺമെന്റിന്റെ കാലത്തും ഇത്തരത്തിലൊരു ട്രെയിൻ പദ്ധതി, ഒരു മെട്രോ മാതൃകയിൽ ഒരു പദ്ധതി മലപ്പുറം ജില്ലയ്ക്ക് അനുവദിക്കാൻ സാധ്യമല്ല എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പ്രസ്താവിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ സഖാക്കളെ, മലപ്പുറം ജില്ലയിലെ സഖാക്കൾ ഇവിടെ ഉണ്ടാവുമല്ലോ, ഇത് കേൾക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. മലപ്പുറം ജില്ലയോട് നിങ്ങളെ മുഖ്യമന്ത്രിക്ക് എന്താ ഇത്ര വിരോധം? മലപ്പുറം ജില്ലയിൽ മെട്രോ മാതൃകയിൽ ഒരു ട്രെയിൻ കിട്ടാൻ അർഹതയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും CPMകാർക്കും ചരിത്രം അറിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്താ ചരിത്രം? എടോ, മലയാള മണ്ണിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത് എവിടെയാ? കേരളം എന്ന സങ്കല്പം പോലും ഉണ്ടാകുന്നതിന് മുമ്പ് 1860 ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ് ആദ്യത്തെ ട്രെയിൻ മലയാള മണ്ണിൽ ഓടുന്നത്. 920 നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് ബ്രിട്ടീഷുകാർ പാത തുടങ്ങിയിട്ട് ഇന്നത്തേതിനേക്കാൾ 100 വർഷങ്ങൾക്ക് മുൻപ് ഈ സംസ്ഥാനത്ത് ആദ്യമായിട്ട് തീവണ്ടി ഓടിയ ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത്. അന്ന് ജില്ലയില്ല, സംസ്ഥാനവും ഇല്ല. പക്ഷേ ഈ ഭൂമി എന്ന് പറയുന്നത് മലയാളികൾ ആദ്യമായിട്ട് തീവണ്ടി കണ്ട ഭൂമിയാണ്. ഈ നാടിന് മെട്രോ റെയിൽ അനുവദിക്കില്ല. ഈ ഗവൺമെന്റിന്റെ കാലത്ത് മാത്രമല്ല, അടുത്ത ഒരു ഗവൺമെന്റിന്റെ കാലത്തും അനുവദിക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിക്കാൻ പിണറായി വിജയൻ ആരാണ് അധികാരം കൊടുത്തത്? പിണറായി വിജയന്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ 1 വർഷം കഴിഞ്ഞാൽ തീർന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് വരണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇനി വരുന്ന ഗവൺമെന്റുകൾ മലപ്പുറത്ത് ഇതുപോലൊരു പദ്ധതി അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ പിണറായി വിജയൻ അധികാരമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് മലപ്പുറം ജില്ലയോടുള്ള BJP കാണിക്കുന്ന അതേ സമീപനല്ലേ ഇവിടെ CPM സ്വീകരിക്കുന്നത്? 2011 കാനേഷുമാരി കണക്ക് പ്രകാരം ഇന്ന് മെട്രോ റെയിലുള്ള എറണാകുളം ജില്ലയിൽ 35 ലക്ഷം ജനങ്ങളെ ഉള്ളൂ. അന്ന് തന്നെ 45 ലക്ഷം ജനങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട്. മെട്രോ എന്ന് പറയുന്നത് മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. വലിയ ജനസംഖ്യയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് പൊതുഗതാഗത സംവിധാനം ഉണ്ടാക്കുന്ന സംവിധാനമാണ് മെട്രോ റെയിൽ എന്ന് പറയുന്നത്. അത് കിട്ടാൻ എറണാകുളം ജില്ലയ്ക്ക് അർഹതയുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അർഹതയുള്ള സ്ഥലമാണ് മലപ്പുറം എന്നുള്ള കാര്യം പിണറായി വിജയൻ അറിയാതെ പോയോ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ അന്ധമായിട്ടുള്ള ഒരു മലപ്പുറം വിരോധം അത് എന്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് CPMനുമുണ്ട്, BJPക്കുമുണ്ട്. ഈ ജനവിരുദ്ധ നയങ്ങൾ
തുടരുന്ന കാര്യത്തിലും ഇവർ തമ്മിൽ പരസ്പരം സമാനതകളുണ്ട് നമുക്കറിയാം. കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചപ്പോഴും കേരള ബജറ്റ് പ്രഖ്യാപിച്ചപ്പോഴും അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് രണ്ടു കൂട്ടരും കൈക്കൊണ്ടത്. കേന്ദ്ര ബജറ്റിന്റെ കാര്യം നമുക്കറിയാം. കേരളം എന്നൊരു വാക്ക് പോലും കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും വാദിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി ഇന്നത് വേണമെന്ന് പറയാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഉണ്ടായിട്ടില്ല. കേരളം എന്നൊരു വാക്ക് പോലും ഇല്ലാത്ത ബജറ്റ് ഇത്തവണ കേന്ദ്രത്തിൽ BJP അവതരിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വയനാട്ടിലെ നമ്മുടെ എല്ലാം സഹജീവികളായിട്ടുള്ള മനുഷ്യർ, ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടി ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള നൂറുകണക്കിന് മനുഷ്യർ, നമ്മുടെ സഹജീവികൾ എല്ലാം നഷ്ടപ്പെട്ടവർ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു ദിവസം രാവിലെ അനാഥരാക്കപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ. ആ മനുഷ്യർക്ക് വേണ്ടി കാൽ പൈസ മാറ്റിവെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായോ? ഒരു മാസക്കാലം ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ പോയി താമസിച്ചയാളാണ് ഞാൻ. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചപ്പോ നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിച്ചു, പ്രധാനമന്ത്രി വന്നാൽ നമ്മുടെ സഹജീവികൾക്ക് സംഭവിച്ചിട്ടുള്ള ഈ വലിയ കഷ്ടനഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തെ സഹായിക്കാൻ തയ്യാറാകും. കൽപ്പറ്റയിൽ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി വന്നിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി താഴെ കാത്തു നിന്നയാളാണ് ഞാൻ. അദ്ദേഹത്തോടൊപ്പം മുണ്ടക്കയിലും ചൂരൽമലയിലും പോയ സംഘത്തിൽപ്പെട്ട BJP സംഘത്തിൽപ്പെട്ടയാളായിരുന്നു ഞാൻ. പക്ഷെ ദൗർഭാഗ്യവശാൽ എന്താ സംഭവിച്ചത്? പ്രധാനമന്ത്രി വന്നു, ഫോട്ടോ എടുത്തു, തിരിച്ചുപോയി. നാളിതുവരെയായി നയാ പൈസ കേരളത്തിന് കൊടുക്കാൻ തയ്യാറായില്ല. ചോദിക്കാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഉണ്ടായില്ല. ഇവിടെ ചോദിച്ചത് എന്താ? ഇപ്പൊ കിട്ടിയതെന്താ? 500 ചില്ലാനും കോടി രൂപ കടമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുക. കടമായി കൊടുക്കാന്ന് പറയുക മാത്രമല്ല, ഒരു മാസത്തിനകം ചെലവാക്കണം എന്ന നിബന്ധന കൂടിയിട്ടുണ്ട്. ഇതിലും വലിയ അപമാനം എന്താ കേരളത്തിന് നേരിടാനുള്ളത്? മലയാളികൾ എന്താ രണ്ടാം കെട്ടിലുണ്ടായതാണോ? മലയാളികൾ എന്ന് പറയുന്നത് രണ്ടാം കെട്ടിലുണ്ടായ കുട്ടികളാണോ ഇതുപോലെ ആക്ഷേപിക്കാൻ, അപമാനിക്കാൻ? എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, കേരളത്തിലെ സർക്കാരിന് ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ കഴിയാത്തത്? കേരള ഗവൺമെന്റ് എന്താ ചെയ്തത്? ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം നഷ്ടപ്പെട്ട സഹജീവികൾക്ക് വേണ്ടി ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞാനും നിങ്ങളുമൊക്കെ കയ്യിലുള്ള പൈസ കടം വാങ്ങിയിട്ടാണെങ്കിൽ കടം വാങ്ങിയിട്ട് ആ പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടുന്ന് കൊടുത്തയച്ചപ്പോ കേരള സർക്കാർ എന്താ ചെയ്തത്? 700 ചില്ലാനും കോടി രൂപ മനുഷ്യസ്നേഹികൾ കൊടുത്ത പണം സർക്കാരിന്റെ കൈവശിരിക്കുകയാണ്. വയനാട്ടിൽ ചെലവാക്കാൻ വേണ്ടി നയാ പൈസ ചെലവാക്കിയിട്ടില്ല. ഈ നിമിഷം വരെ വീടുണ്ടാക്കാൻ വേണ്ടി 1 ഇഞ്ച് ഭൂമി പോലും അക്വയർ ചെയ്തിട്ടില്ല. യൂത്ത് കോൺഗ്രസും കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റും ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരും ചേർന്ന്, UDFന്റെ മറ്റ് സഖ്യകക്ഷികളും എല്ലാവരും ചേർന്ന് തന്നെ 100 കണക്കിന് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ വീട് നിർമ്മിച്ചു കൊടുക്കാൻ സ്ഥലം വേണ്ടേ? സ്ഥലം അക്വയർ ചെയ്യണ്ടേ? 1 ഇഞ്ച് സ്ഥലം പോലും അക്വയർ ചെയ്ത് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ട്. അപ്പൊ CPM-ഉം BJP-യും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഈ രണ്ടു കൂട്ടരും വയനാട്ടിൽ ആ പാവപ്പെട്ട മനുഷ്യരെ ഇപ്പൊ അവഗണിച്ചിരിക്കുന്നു. അവരിന്നും വാടക വീട്ടിൽ അന്തിയുറങ്ങുകയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ, അവർ ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ, തിരിഞ്ഞു നോക്കാൻ പോലും സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ തയ്യാറാകുന്നില്ല. ഒടുവിൽ UDFന്റെ പ്രതിഷേധം വരുന്ന സമയത്ത്, ജനകീയമായിട്ടുള്ള പ്രതിഷേധം വരുന്ന സമയത്ത് 500 കോടി രൂപ കടം കൊടുത്തിരിക്കുന്നു. 1 മാസം കൊണ്ട് ചെലവഴിക്കണം. പിണറായി വിജയന് സന്തോഷമാണ്. കാരണം 1 മാസം കൊണ്ട് ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഇനി ഇതിന്റെ കയ്യും കണക്കൊന്നും ആരോടും ബോധ്യപ്പെടുത്തണ്ടല്ലോ. നമ്മുടെ പ്രളയം വന്നപ്പോ ചെലവഴിച്ചതുപോലെയാകും. പ്രളയം വന്നപ്പോ ആർക്കാ കിട്ടിയത്? എറണാകുളത്തൊക്കെ CPM-ന്റെ നേതാക്കന്മാരുടെ വീട്ടിലേക്കാണ് ദുരിതാശ്വാസം മുഴുവൻ പോയത്. ദുരിതം മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസം മുഴുവൻ CPM-ന്റെ നേതാക്കന്മാർ. ഇതാണ് വയനാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. അത് മാത്രമാണ് ഇത്തവണ ബജറ്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക. സംസ്ഥാനത്ത് കൊട്ടിക്കൊഴിച്ച ബജറ്റ് വന്നില്ലേ? പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് വന്നില്ലേ? എന്തുണ്ടായത്? ബജറ്റ് വന്ന സമയത്ത് പ്രഖ്യാപനങ്ങൾ, ആവോളം പ്രഖ്യാപനങ്ങളാണ്. ദേശാഭിമാനി എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കേരളം സ്വർഗരാജ്യമായി മാറിപ്പോകുന്ന പ്രസ്താവനകളാണ്. ഓരോ പദ്ധതികൾക്ക് 100 കോടി, 500 കോടി, 50 കോടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബാലഗോപാൽ എഴുതി തള്ളുകയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? കഴിഞ്ഞ ബജറ്റിന്റെ കാര്യം എന്താ? ഈ ബജറ്റിന്റെ കാര്യം നിൽക്കട്ടെ, കഴിഞ്ഞ ബജറ്റ് നിങ്ങൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇതുവരെയായി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 8500 കോടി രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനമായി.
കൊടുത്ത എത്രയാ? ആദ്യം 50% വെട്ടിക്കുറച്ചു, പിന്നീട് വീണ്ടും 8% വെട്ടിക്കുറച്ചു. 100 കോടി പ്രഖ്യാപിച്ചത് അവസാനം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കിട്ടുന്നത് 40 കോടി 42 കോടി. 1000 കോടി അല്ലെങ്കിൽ 500 കോടി കിട്ടുന്ന സ്ഥലങ്ങളിൽ കിട്ടേണ്ടത് 400 കോടി 420 കോടി. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പഞ്ചായത്തിൽ റോഡ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് പഞ്ചായത്തിലെ മറ്റ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്? ഇവിടെ ആർദ്രം ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് ആശ്വാസം കൊടുക്കേണ്ട ഏത് പദ്ധതിയാണ് ഇപ്പൊ മര്യാദയ്ക്ക് നടക്കുന്നത്? ഇപ്പൊ എന്ത് നോക്കിക്കഴിഞ്ഞാൽ പദ്ധതി മുഴുവൻ കിഫ്ബിയാണ്. ആ പണ്ടാരം കൊണ്ടുവരുന്ന കാലത്തെ UDF പറഞ്ഞതാണ്, ഇത് കേരളത്തിന്റെ ഖജനാവിനെ മുച്ചൂടും മുടിക്കും. ഒരു കയ്യും കണക്കുമില്ലാതെ ഒരു ഓഡിറ്റും ഇല്ലാതെ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പായി കഴിഞ്ഞാൽ ബജറ്റിന് പുറത്തുനിന്ന് പണം എടുത്തുകൊണ്ട് ഓഫ് ബജറ്റ് ബോറോയിങ് നടത്തിക്കൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിന് വലിയ ധനബാധ്യത ഉണ്ടാക്കുന്ന ഇത്തരത്തിലൊരു പദ്ധതി വന്നാൽ അത് ഈ നാടിനെ മുടിപ്പിക്കുമെന്ന് അന്നേ കോൺഗ്രസും UDF മുന്നറിയിപ്പ് കൊടുത്തല്ലേ. ഇപ്പൊ എന്തായി? അന്ന് തോമസ് ഐസക് പറഞ്ഞു ഒരു തരത്തിലുള്ള ടോളും ഏർപ്പെടുത്തില്ല. 10 വർഷത്തെ കേരളത്തിന്റെ പുരോഗമനം വിഭാവനം ചെയ്തുകൊണ്ട് ഇടതുപക്ഷം കൊണ്ടുവരുന്ന ഈ വികസന പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസുകാർ ശ്രമിക്കുന്നു എന്നാണ് അന്ന് തോമസ് ഐസകും പിണറായി വിജയനും പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ എന്താ സംഭവിച്ചത്? തിരിച്ചടയ്ക്കാൻ പണമില്ലാതെ ഇപ്പോ കിഫ്ബി പ്രകാരം ഉണ്ടാക്കുന്ന റോഡുകൾക്ക് മുഴുവൻ ടോൾ പിരിക്കാൻ പോവുക. രാവിലെ പാല് വാങ്ങാൻ വേണ്ടി പഞ്ചായത്ത് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ടോള് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തുന്നു. മുമ്പ് എന്താ CPM പറഞ്ഞത്? ടോൾ എന്ന് പറഞ്ഞാൽ മറ്റേ വലിയ വലിയ മുതലാളിത്ത സമീപനമാണ്, ഞങ്ങൾക്കതില്ല. ഞാൻ ചോദിക്കട്ടെ സഖാക്കളെ, ഇവിടെ UDF ഭരിക്കുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് നിങ്ങൾ ഈ കിഫ്ബി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ റോഡുകളും പാലങ്ങളും ഒക്കെ ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലേ? നയാ പൈസ ടോള് UDF സർക്കാർ പിരിച്ചിട്ടുണ്ടോ? നയാ പൈസ? ഇപ്പൊ ലോകം മുഴുവൻ ടോൾ ബൂത്ത് വെക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ട് എക്സ്പ്രസ് ഹൈവേയുടെ ചർച്ച നടക്കുന്ന കാലത്ത് CPM എന്ത് പറഞ്ഞിട്ടാ എതിർത്തത്? ആമിനത്താത്താന്റെ ആടിനെ അപ്പുറത്തെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയ്ക്ക് അകത്ത് എക്സ്പ്രസ് ഹൈവേ എതിർത്ത ആളുകളാണ്. ഇപ്പോ ദേശീയപാതയുടെ മുകളിൽ പോയി, 6 വരിപ്പാതയുടെ മുകളിൽ പോയി ട്രാക്ക് സ്യൂട്ടും എടുത്ത് മരുമകൻ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ തള്ളി മറക്കുകയാണ് വികസന നേട്ടം എന്ന് പറഞ്ഞു. UPA സർക്കാരിന്റെ കാലത്ത് ദേശീയപാത സ്ഥലം അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നടക്കുന്ന സമയത്ത് മുഴുവൻ അതിനെ എതിർക്കുകയും തകർക്കുകയും തടസ്സപ്പെടുത്തുകയും എക്സ്പ്രസ് ഹൈവേ വരുന്ന കാലത്ത് അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്ത ആളുകൾ ഇപ്പോ വികസന നായകന്മാരായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 7-8 കൊല്ലക്കാലം ഈ നാട് ഭരിച്ചിട്ട് എന്ത് നേട്ടമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? വലിയ സ്റ്റാർട്ടപ്പ് സിസ്റ്റം ഉണ്ടാക്കി, ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി എന്നാ പറയുന്നത്. 3 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ പുതിയ വ്യവസായങ്ങൾ തുടങ്ങി എന്നാണ് വ്യവസായ മന്ത്രി തള്ളിമറിക്കുന്നത്, രാജീവ് പറയും. ഞാൻ ചോദിക്കട്ടെ, 3 ലക്ഷം സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിൽ ചുരുങ്ങിയത് 2000 സ്റ്റാർട്ടപ്പ് വ്യവസായങ്ങൾ വേണം. ഞാൻ ഇവിടുത്തെ സഖാക്കളോട് ചോദിക്കുകയാണ്, ഞാൻ ഈ യോഗം കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഈ തൊട്ടടുത്ത് നിങ്ങൾ പുതുതായി തുടങ്ങിയ ഒരു 10 വ്യവസായ സ്ഥാപനം കാണിച്ചു തരാൻ പറ്റും? 10 എണ്ണം, 2000 ഒന്നും വേണ്ട, 10 എണ്ണം. എന്റെ നാട്ടിൽ ഞാൻ ചോദിച്ചു, ഈ രാജീവിന്റെ ലിസ്റ്റിൽ വന്ന വ്യവസായ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചപ്പോ പറയുന്നത് സൗദിയിൽ നിന്ന് നിതാഖാത്ത് പ്രകാരം നാട്ടിലേക്ക് വന്ന കുഞ്ഞുമൊയ്തുക്ക തുടങ്ങിയ കുഴിമന്തിക്കട, കോഴിക്കട, ചപ്പാത്തി കമ്പനി. CPM അറിയാം, കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഏത് ചപ്പാത്തി കമ്പനി? നാടൊട്ടുക്ക് തുടങ്ങിയ ചപ്പാത്തി കമ്പനി മുഴുവൻ രാജീവിന്റെ വ്യവസായ സംരംഭത്തിന്റെ കണക്കിലായിരുന്നു. ഇതെങ്ങനെയാണോ വ്യവസായ വികസനമാവുന്നത്? ഇതാണോ വ്യവസായ വികസനം? ഈ നാട്ടിൽ 1000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഏത് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്? എന്ത് സ്റ്റാർട്ടപ്പാ തുടങ്ങിയിട്ടുള്ളത്? നിങ്ങളുടെ മകൾക്ക്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക പോകേണ്ടി വന്നില്ലേ? മുഖ്യമന്ത്രിയുടെ മകൾ എവിടെയാ തുടങ്ങിയത്? IT കമ്പനി. കേരളത്തിൽ എന്ത് വ്യവസായ നിക്ഷേപ അനുകൂല സാഹചര്യം ഉള്ളത്? ആ കിറ്റക്സ് സാബും ഒക്കെ ഓടിയ വഴിക്ക് പുല്ലുപോലെ മുളച്ചിട്ടുണ്ട്. എത്രയോ വ്യവസായികളെ ഇവിടുന്ന് രാഖി രാമാൻ അവർക്ക് പാക്ക് ചെയ്ത് പോകേണ്ടി വന്നില്ല ഈ ഇടതുപക്ഷക്കാരന്റെ നയം കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തില് 100 കണക്കിന് വ്യവസായ സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ട് പൂട്ടപ്പെട്ട് പോയപ്പോ അതിലേതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി പിടിച്ചത് കൊണ്ട് ഞങ്ങൾ ഇതാ കേരളം വിട്ടുപോകുന്നു എന്ന് പറയേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിക്കുക.
കേരളത്തിൽ ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടുന്ന് കേരളം വിട്ട് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവൻ CPM-ന്റെ ആ നാറ്റ ചെങ്കൊടി പിടിച്ച് സമരം നടന്നതിന്റെ ഭാഗമായിട്ട് മാത്രം കേരളം വിട്ടുപോയവരാണ്. കമ്പനി പൂട്ടിച്ചതിന്റെ പേരിൽ ആഹ്ലാദപ്രകടനം നടത്തുന്നവരാണ്. അറബിക്കഥയിൽ പോലെ. ആ പാർട്ടിയാണ് ഇപ്പൊ പറയുന്നത് കേരളത്തിൽ എന്തോ ഒരു വലിയ രീതിയിൽ ഇളക്കി മറിച്ചുകൊണ്ടുള്ള വികസനം കൊണ്ടുവരുന്നു. എന്ത് വികസനമാണെന്ന് കിറ്റസ് സാബു മാത്രമല്ല, ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടുന്ന് പോയി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ തകർച്ചയിലാണ്, നഷ്ടത്തിലാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സർക്കാർ മേഖല കഴിഞ്ഞാൽ ഏറ്റവും അധികം തൊഴിൽ കൊടുത്തിരുന്ന സ്ഥാപനമാണ് ഏതാണ്? KSRTC. പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോ ഡിവൈഎഫ്ഐക്കാരൻ കേൾക്കണം, പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോ KSRTC ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം 50,000. പിണറായി വിജയൻ 8 കൊല്ലം ഭരിച്ചു കഴിഞ്ഞപ്പോ KSRTC ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം 18,000. 32,000 മലയാളികളുടെ ജോലി KSRTC മാത്രം നഷ്ടമായി. 32,000 പേരെ ജോലി. എത്ര മനുഷ്യർ ആത്മഹത്യ ചെയ്തു പെൻഷൻ കിട്ടാതെ, ശമ്പളം കിട്ടാതെ. പെൻഷനും ശമ്പളവും കിട്ടാതെ KSRTC ജീവനക്കാർ ആത്മഹത്യ ചെയ്യുമ്പോ 18% DA കുടിശ്ശിക കിട്ടാതെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഇവിടെ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ മുസ്ലിം പെൺകുട്ടികളുടെ സ്കോളർഷിപ്പ് പോലും പകുതി വെട്ടിച്ചുരുക്കിയ സാഹചര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ ലംസം ഗ്രാന്റ് അടക്കം നിർത്തലാക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ ഉച്ചഭക്ഷണത്തിനുള്ള ഫണ്ട് പോലും വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ വകമാറ്റി ചെലവഴിച്ച സാഹചര്യത്തിലും കേരളത്തിൽ ഒരേ ഒരാളുടെ കുടുംബത്തിനും ഒരേ ഒരാൾക്കും മാത്രമാണ് കൃത്യമായി മാസാമാസം മുടങ്ങാതെ പൈസ കിട്ടുന്നത്. അത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനാണ് മാസപ്പടി കൃത്യമായി കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് ഇന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDF-ഉം ഒക്കെ ഉള്ളത്. ഈ തെറ്റായ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള വലിയൊരു ജനവിധി അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന, മനുഷ്യരെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന അത്തരത്തിലുള്ള വിഘടനവാദ ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ജനമുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകും. ആ ജനമുന്നേറ്റം ഇവിടെ UDF-നെ വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ആ നല്ല നാളുകളുടെ തിരിച്ചുവരവിന് വേണ്ടി നമുക്ക് ഷുഹൈബിന്റെയും കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഓർമ്മകൾ നമുക്കതിനൊരു ഊർജ്ജമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.